വെറും 9 വർഷം മാത്രം അനുയായികൾ വിശേഷിപ്പിക്കുന്ന സന്യാസ ജീവിതം നയിച്ച നരേന്ദ്രനാഥ് ദത്ത എന്ന വിവേകാനന്ദൻ ഇന്ത്യയിൽ ബിംബവൽക്കരിക്കപ്പെട്ട ആത്മീയ ആചാര്യൻ മാത്രമാണ്. ഹിന്ദു മതത്തെക്കുറിച്ചും ഇന്ത്യയെക്കുറിച്ചും പറഞ്ഞപ്പോഴൊന്നും ഇന്ത്യയിലെ ജാതി വ്യവസ്ഥയെക്കുറിച്ചും അതുണ്ടാക്കുന്ന അസമത്വത്തെക്കുറിച്ചും മൗനം പാലിച്ചു. ഹിന്ദു മതത്തെക്കുറിച്ച് വാചാലനായ വിവേകാനന്ദൻ യാഥാർത്ഥ്യങ്ങൾ മുഴുവൻ മൂടിവെച്ചതോടെ ഹിന്ദുത്വത്തിന്റെ അന്താരാഷ്ട്ര മുഖമായി മാറി. ജാതീയതയെയും അതുണ്ടാക്കുന്ന വിഘടനവാദത്തെയും പരസ്യമായി പിന്തുണച്ചു. അതിൽ നടന്ന ഒരു സെമിനാറിനെ പറ്റിയാണ് ഈ ലോക മതസമ്മേളനം എന്നൊക്കെ പറയുന്നത്. ഈ ഫെയറിന്റെ ധാരാളം ഫോട്ടോസ് നെറ്റിലുണ്ട്. വിവേകാനന്ദന്റെ പരിപാടിയുടെ ഫോട്ടോ ഇല്ലാത്തതിൽ നിന്ന് ഒരു കാര്യം അനുമാനിക്കാം, അത്ര ശ്രദ്ധ കിട്ടാത്ത ഒരു മൈനർ ഇവന്റ് ആയിരിക്കാം അത്. കേരളത്തിലെ ജാതി മത ഭിന്നത കണ്ട് കരളലിഞ്ഞ നന്മമരം വിവേകാനന്ദൻ ചങ്കുപൊട്ടി കടാപ്പുറത്തൂടെ കേരളം ഒരു ഭ്രാന്താലയം എന്ന് പാടി നടന്നുവെന്നാണ് വിവേകാനന്ദ ബിംബശില്പികൾ പ്രചരിപ്പിക്കുന്നത്. വാലിൽ പൂടയുണ്ടെന്ന് കരുതി എല്ലാം ആട്ടിൻകൂട്ടം ആവണമെന്നില്ല എന്നതുപോലെയാണ് കേരളം ഒരു ഭ്രാന്താലയം എന്ന വിവേകാനന്ദ വചനവും ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന ഹിന്ദു കാറ്റലോഗും. വെറും 9 വർഷം മാത്രം അനുയായികൾ വിശേഷിപ്പിക്കുന്ന സന്യാസ ജീവിതം നയിച്ച നരേന്ദ്രനാഥ് ദത്ത എന്ന വിവേകാനന്ദൻ ഇന്ത്യയിൽ ബിംബവൽക്കരിക്കപ്പെട്ട ആത്മീയ ആചാര്യൻ മാത്രമാണ്. വിവേകാനന്ദ പാറയിലും ചിക്കാഗോ പ്രസംഗത്തിലും മിത്തുകളും യുക്തിക്ക് നിരക്കാത്ത കെട്ടുകഥകളും വച്ചു കിട്ടിയാണ് ഇന്ത്യയിലെ വിപ്ലവ പാർട്ടികൾ മുതൽ വർഗീയ പ്രസ്ഥാനങ്ങൾ വരെ വിവേകാനന്ദനെ കൊണ്ടാടുന്നത്. 1893 ചിക്കാഗോയിൽ നടന്ന ലോക മതസമ്മേളനത്തിൽ പങ്കെടുത്തു സംസാരിച്ചു എന്നതാണ് വിവേകാനന്ദനിൽ ആരോപിക്കുന്ന ഏറ്റവും വലിയ കെട്ടുകഥ. ലോകം മുഴുവൻ ആ പ്രസംഗം കേട്ട് ആനന്ദ പുളകിതമായി എന്നതാണ് ആരാധകർ അവകാശപ്പെടുന്നത്. അത് ഇന്ന് യൂട്യൂബിലും ലഭ്യമാണ്. എന്നാൽ ആ പ്രസംഗം പോലും വ്യാജമാണ്. ലോക മത സമ്മേളനം നടന്ന 1893 റെക്കോർഡിംഗ് സംവിധാനം പോലും കണ്ടുപിടിക്കപ്പെട്ടിരുന്നില്ല. അതിനുശേഷം 1898 റെക്കോർഡിംഗ് സംവിധാനം പൊതുസമൂഹത്തിലേക്ക് കടന്നു വരുന്നത്. വ്യാപകമായി ഉപയോഗിക്കുന്ന വിവേകാനന്ദന്റെ പ്രസംഗം ഒരു ബംഗാളി കലാകാരൻ പിന്നീട് അനുകരിച്ചതാണ്. പ്രസംഗത്തിന്റെ പകർപ്പ് ഇന്ന് ലഭ്യമാണ്. വിദേശികൾ എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചെന്നും മറ്റും ആർഷഭാരത വിഡ്ഢികൾ പ്രചരിപ്പിക്കുന്ന ഈ പ്രസംഗത്തെക്കുറിച്ച് പക്ഷേ വിവേകാനന്ദൻ തന്നെ പറയുന്നത് തിരിച്ചാണ്. വളരെ ബുദ്ധിമുട്ടി തപ്പിത്തടഞ്ഞ് ഏതാനും വാക്കുകൾ മാത്രമാണ് വിവേകാനന്ദന് അവിടെ പറയാൻ കഴിഞ്ഞത്. സമ്മേളനത്തിൽ പങ്കെടുത്തതിൽ വെച്ച് ചെറുപ്പവും സൗന്ദര്യവുമൊക്കെ ഉള്ളതുകൊണ്ട് ലുക്കിസം എന്നത് വർക്കായി ആരെങ്കിലും കൈയടിച്ചിരിക്കാം എന്നല്ലാതെ ഈ പ്രസംഗത്തിന് കൈയടിക്കാൻ വേറെ യാതൊരു വകുപ്പുമില്ലെന്ന് വിവേകാനന്ദന്റെ വാക്കുകളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. നമുക്ക് വിവേകാനന്ദന്റെ വാക്കുകൾ ഒന്ന് നോക്കാം. സമ്മേളനത്തിന്റെ ആദ്യ ദിവസം ഞങ്ങളെല്ലാം ആർട്ട് പാലസിൽ ഒത്തുകൂടി. അവിടെ ഒരു കൂറ്റൻ വേദിയും ഒപ്പം 2 താൽക്കാലിക മുറികളും സമ്മേളനത്തിനായി ഒരുക്കിയിരുന്നു. ലോകത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നുള്ളവരും അവിടെ ഉണ്ടായിരുന്നു. ഇന്ത്യയിൽ നിന്നും ബ്രഹ്മസമാജത്തെ പ്രതിനിധീകരിച്ച് മസൂംദാറും ബോംബെയിൽ നിന്ന് നഗാർക്കറും ഉണ്ടായിരുന്നു. ജൈനമതത്തെ പ്രതിനിധീകരിച്ചത് മിസ്റ്റർ ഗാന്ധിയായിരുന്നു. ഒപ്പം തിയോസഫിക്കാരുടെ പ്രതിനിധിയായി ചക്രവർത്തിയും മിസിസ് ആനി ബെസന്റ്. ഇതിൽ മസൂംദാറും ഞാനും പഴയ സുഹൃത്തുക്കളായിരുന്നു. ചക്രവർത്തിയാകട്ടെ എൻ്റെ പേര് കേട്ടറിഞ്ഞിട്ടുണ്ടായിരുന്നു. തുടക്കത്തിൽ ഒരു ഗംഭീര ഘോഷയാത്ര ഉണ്ടായിരുന്നു. ശേഷം ഞങ്ങളെല്ലാം വേദിയിലേക്ക് ആനയിക്കപ്പെട്ടു. വേദിക്ക് കീഴെയുള്ള ഗാലറി സദസ്സിൽ രാജ്യത്തെ ഏറ്റവും മഹത്തായ സംസ്കാരത്തെ പ്രതിനിധീകരിക്കുന്ന 6000 മുതൽ 7000 സ്ത്രീ പുരുഷന്മാർ. വേദിയിലാകട്ടെ ലോകത്തെ എല്ലാ രാജ്യങ്ങളിലെയും പണ്ഡിതർ. ആ രംഗമൊന്ന് ഭാവനയിൽ കണ്ടു നോക്കുക. അന്ന് വരെ ഒരു പരസ്യ പ്രസംഗം പോലും നടത്തിയിട്ടില്ലാത്ത ഈ ഞാൻ ആ മഹാസദസ്സിനെ അഭിസംബോധന ചെയ്യണമെന്ന അവസ്ഥ.
സംഗീതാത്മകമായ പരിപാടികൾ, പ്രസംഗങ്ങൾ എന്നിവയോടെയാണ് ചടങ്ങ് തുടങ്ങിയത്. തുടർന്ന് വേദിയിലിരുന്ന പ്രതിനിധികളെ ഒന്നൊന്നായി പരിചയപ്പെടുത്തി. അവരെല്ലാം എഴുന്നേറ്റ് സംസാരിച്ചു. തീർച്ചയായും എൻ്റെ ഹൃദയം വിറയ്ക്കുന്നുണ്ടായിരുന്നു. തൊണ്ട ഏതാണ്ട് പൂർണ്ണമായും വരണ്ടു. എനിക്ക് അങ്ങേയറ്റം സഭാകമ്പവുമുണ്ടായിരുന്നു. മസൂന്ദാർ വളരെ നല്ല ഒരു പ്രസംഗം നടത്തിയ, ചക്രവർത്തി കുറെ കൂടി മെച്ചപ്പെട്ട ഒരെണ്ണം നിർവഹിച്ച ആ പ്രഭാതത്തിൽ എനിക്ക് എഴുന്നേറ്റ് നിന്ന് പ്രസംഗിക്കാനാകുമായിരുന്നില്ല. സ്വാഭാവികമായി അവരിരുവരും ഏറെ അഭിനന്ദിക്കപ്പെട്ടു. സത്യത്തിൽ അവരെല്ലാം പ്രസംഗവുമായി മുൻകൂട്ടി ഒരുങ്ങിയാണ് വന്നത്. ഞാനൊരു വിഡ്ഢി. എൻ്റെ പക്കൽ യാതൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ പേര് വിളിച്ചപ്പോൾ സരസ്വതി ദേവിയെ വണങ്ങിക്കൊണ്ട് എഴുന്നേറ്റ് നിന്നു. മിസ്റ്റർ ബാരോസ് എന്നെ സദസ്സിനെ പരിചയപ്പെടുത്തി. തുടർന്ന് ഞാനൊരു ചെറു പ്രസംഗം നടത്തി. തീർന്നപ്പോഴേക്കും ആകെ അവശനായിരുന്നു. വികാരാവേശം കൊണ്ട് ക്ഷീണിച്ച് തളർന്ന് ഞാൻ ഇരിപ്പിടത്തിലമർന്നു. വിവേകാനന്ദന്റെ ശിഷ്യനായ സിദ്ധിനാഥാനന്ദ സ്വാമി എഴുതിയ അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ 371, 372 പേജുകളിൽ ഈ കത്തും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇങ്ങനെ മുക്കിയും മൂളിയും പ്രസംഗിച്ച വിവേകാനന്ദൻ പിന്നീട് പ്രസംഗവും യോഗയും തൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റി. സഞ്ചാരപ്രിയനായിരുന്ന അദ്ദേഹം ഇന്ത്യയിലെ ഹിന്ദുത്വത്തിൻ്റെ പ്രചാരകനായി മാറി. ഓരോ വേദികളും നോക്കി കയ്യടി വാങ്ങാൻ അഭിപ്രായങ്ങൾ മാറ്റി മാറ്റി പറഞ്ഞ് മതവിശ്വാസികളുടെയും തീവ്ര ഹിന്ദുക്കളുടെയും മതേതര വിശ്വാസികളുടെയും പുരോഗമനവാദികളുടെയും കയ്യടി വാങ്ങി. ഹിന്ദു മതത്തെക്കുറിച്ചും ഇന്ത്യയെക്കുറിച്ചും പറഞ്ഞപ്പോഴൊന്നും ഇന്ത്യയിലെ ജാതി വ്യവസ്ഥയെക്കുറിച്ചും അതുണ്ടാക്കുന്ന അസമത്വത്തെക്കുറിച്ചും മൗനം പാലിച്ചു. ഹിന്ദുമതത്തെക്കുറിച്ച് വാചാലനായ വിവേകാനന്ദൻ യാഥാർത്ഥ്യങ്ങൾ മുഴുവൻ മൂടിവെച്ചതോടെ ഹിന്ദുത്വത്തിന്റെ അന്താരാഷ്ട്ര മുഖമായി മാറി. ജാതീയതയെയും അതുണ്ടാക്കുന്ന വിഘടനവാദത്തെയും പരസ്യമായി പിന്തുണച്ചു. മറ്റു മതങ്ങളെ ചിലയിടങ്ങളിൽ മഹത്വവൽക്കരിക്കുകയും ചില വേദികളിൽ അതിതീവ്രമായി വിമർശിക്കുകയും ചെയ്യുന്നതിൽ മടി കാണിച്ചില്ല. ഈ സർവമത സമ്മേളനം എന്ന് പറയുന്നത് വേൾഡ് കൊളംബിയൻ എക്സ്പോസിഷൻ എന്ന പരിപാടിയായിരുന്നു. കൊളംബസ് വന്നതിന്റെ 400-ാം വാർഷികം. അതായത് നമ്മുടെ നാട്ടിൽ ഓണത്തിന് കുറെ റൈഡുകളും മരണക്കിണറും ഒക്കെയായി നടത്തുന്ന ട്രേഡ് ഫെയർ ഇല്ലേ, അത് തന്നെ. അതിന്റെ ഒരു വലിയ രൂപം എന്ന് വെച്ചോളൂ. അവിടെ ധാരാളം സെമിനാറുകൾ നടക്കുന്നുണ്ട്. എല്ലാത്തരം ആളുകളെയും അങ്ങോട്ട് ആകർഷിക്കാനുള്ള ഒരു വാണിജ്യ തന്ത്രം. അതിൽ നടന്ന ഒരു സെമിനാറിനെ പറ്റിയാണ് ഈ ലോക മതസമ്മേളനം എന്നൊക്കെ പറയുന്നത്. ഇതേ വേദിയിൽ അരങ്ങേറിയ മറ്റൊരു ഈവന്റിന്റെ ഫോട്ടോ പബ്ലിക് ഡൊമൈനുകളിൽ ലഭ്യമാണ്. കഷ്ടിച്ച് 100-150 പേർ ഇരിക്കുന്ന ഒരു ഹാൾ. തങ്ങൾ 10 പേർ കൂടിയിരുന്ന് ചെയ്യുന്ന എന്തിനേയും വേൾഡ് ഇവന്റ് ആക്കുന്ന യൂറോപ്യന്റെ പരിപാടി ഉണ്ടല്ലോ, 10 രാജ്യങ്ങൾ തമ്മിലടിച്ച് ലോകമഹായുദ്ധം എന്ന് പറയുന്നത് പോലെ ഒന്ന്. അതിനാണ് ഈ തള്ള്. ഈ ഫെയറിന്റെ ധാരാളം ഫോട്ടോസ് നെറ്റിലുണ്ട്. വിവേകാനന്ദന്റെ പരിപാടിയുടെ ഫോട്ടോ ഇല്ലാത്തതിൽ നിന്ന് ഒരു കാര്യം അനുമാനിക്കാം, അത്ര ശ്രദ്ധ കിട്ടാത്ത ഒരു മൈനർ ഇവന്റ് ആയിരിക്കാം അത്. കേരളം ഒരു ഭ്രാന്താലയമാണെന്ന വിവേകാനന്ദ വചനവും നന്നായി ആഘോഷിക്കപ്പെടുന്നുണ്ട്. കേരളത്തിലെ ജാതി മത ഭിന്നത കണ്ട് കരളലിഞ്ഞ നന്മമരം വിവേകാനന്ദൻ ചങ്കുപൊട്ടി കടാപ്പുറത്തൂടെ കേരളം ഒരു ഭ്രാന്താലയം എന്ന് പാടി നടന്നുവെന്നാണ് വിവേകാനന്ദ ബിംബശില്പികൾ പ്രചരിപ്പിക്കുന്നത്. വാസ്തവത്തിൽ ഹിന്ദുമതത്തിലെ ജാതീയമായ വിവേചനം സഹിക്കവയ്യാതെ ഒരു വലിയ വിഭാഗം അവർണ്ണ ചാപ്പകുത്തപ്പെട്ട മനുഷ്യർ ക്രിസ്ത്യൻ മതത്തിലേക്കും ഇസ്ലാം മതത്തിലേക്കും ചേക്കേറുന്നത് കണ്ട്, ഹിന്ദുവിൽ നിന്നും ജനങ്ങൾ അകലുന്നത് കണ്ട് ഹിന്ദു മതത്തിന്റെ നിലനിൽപ്പിന്റെ ആശങ്കയിലാണ് വിവേകാനന്ദൻ കേരളം ഒരു ഭ്രാന്താലയം എന്ന് കരഞ്ഞത്. അതെ, സത്യത്തിൽ കാൽച്ചുവട്ടിൽ നിന്നും മണ്ണൊലിച്ചു പോകുന്നത് കണ്ടവന്റെ കരച്ചിലായിരുന്നു കേരളം ഒരു ഭ്രാന്താലയം എന്ന വിലാപം. ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന് പറയുമ്പോൾ ഹിന്ദുവിനെ പോലൊരു നന്മമരം ഇല്ല എന്നല്ലേ നമ്മൾ കരുതൂ. എന്നാൽ ആ ശ്ലോകം പൂർണ്ണമായി മനസ്സിലാക്കിയാലോ, അപ്പോൾ നമുക്ക് പശുവിനും ബ്രാഹ്മണനും സുഖമായിരുന്നാൽ ലോകം മുഴുവൻ സുഖമായിരിക്കട്ടെ എന്ന് വായിക്കാൻ കഴിയും. വാലിൽ പൂടയുണ്ടെന്ന് കരുതി എല്ലാം ആട്ടിൻകൂട്ടം ആവണമെന്നില്ല എന്നതുപോലെയാണ് കേരളം ഒരു ഭ്രാന്താലയം എന്ന വിവേകാനന്ദ വചനവും
ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന ഹിന്ദു കാറ്റലോഗ്.